ഹായ്, വെൽക്കം ബാക്ക് ടു നവീസ് ക്രോഷേ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് യാൺ നമ്മൾ 2 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയിട്ട് ആദ്യത്തെ ലൂപ്പിൽ നിന്ന് രണ്ടാമത്തെ ലൂപ്പ് എടുക്കുക. എന്നിട്ട് ആദ്യം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇത് ആദ്യത്തെ ചെയിൻ ആയിരിക്കും, ആദ്യത്തെ സ്റ്റിച്ച് ആയിരിക്കും. എന്നിട്ട് നമ്മൾ കൈ എടുക്കുക. സാധാരണ നമ്മൾ നൂല് പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് ഈ സർക്കിളിനകത്ത്, ഇതൊന്നാമത്തെ സ്റ്റിച്ചാണ്, ഈ സർക്കിളിനകത്ത് നമ്മൾ 6 സ്റ്റിച്ച് ചെയ്യണം. ഇതൊന്ന്, രണ്ട്, 3, 4, 5, 6. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിത് പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ ഈ ബാക്കിൽ സ്റ്റാർട്ട് ചെയ്ത യാണൊന്ന് പിടിച്ച് മുറുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് മാജിക് സർക്കിൾ വെച്ചിട്ടല്ലാതെ നമുക്ക് ചെയിൻ വെച്ചിട്ടും ഇതുപോലെ സർക്കിൾ ഉണ്ടാക്കാം. പക്ഷെ നമുക്കിങ്ങനെ വലിച്ച് ഈ ഹോള് അടയ്ക്കത്തക്ക രീതിയിൽ ഇങ്ങനെ വലിച്ച് മുറുക്കാനൊന്നും പറ്റത്തില്ല. അല്ലാതെ നമ്മൾ ഒരു 4 ചെയിൻ ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഇത് ചെയ്യും. എങ്ങനെയാന്ന് കാണിക്കാം. സാധാ ചെയ്യുന്ന പോലെ കെട്ടിട്ട് നാല് ചെയിൻ, 1, 2, 3, 4. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു ഹോൾ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഈ ഹോളിൽ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇത് ഈ ഹോളിനകത്ത് 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ രീതിയിൽ 1, 2, 3, 4, 5, 6. ഇങ്ങനെയും ചെയ്യാം. മാജിക് സർക്കിൾ ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിടിച്ച് നമുക്ക് ഇങ്ങനെ മുറുക്കാനൊന്നും പറ്റത്തില്ല. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. 4 ചെയിൻ ആണെങ്കിൽ ഇത്രയും അടുപ്പിച്ചിരിക്കാം. മാജിക് സർക്കിൾ തന്നെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. രണ്ട് ചുറ്റി
യാണെടുത്ത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് വരെ ഈ വിരൽ എടുക്കരുത്. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷ്യ. ഈ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് വിരലെടുത്തിട്ട് പിന്നെ അതിനകത്ത് 6 സിംഗിൾ ക്രോഷ്യ. 3 4 5 6. ഇത് നമുക്ക് എത്ര സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്തിട്ട് മുറുക്കി കൊടുക്കാവുന്നതാണ്. ഇത്രയും ടൈറ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് സർക്കിൾ നമുക്ക് സ്പൈറലായിട്ടും ചെയ്യാം, അല്ലാതെ ഓരോന്നോരോന്നായിട്ട് സർക്കിളായിട്ട് തന്നെ ചെയ്യാം. സ്പൈറൽ എന്ന് പറയുമ്പം നമ്മൾ ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ ജോയിൻ ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് സ്പൈറലായിട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു സ്റ്റിച്ച് ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് അങ്ങനെയും സർക്കിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ആദ്യം. നമുക്കിപ്പോൾ കോസ്റ്റർ പോലെയുള്ള എന്തെങ്കിലും ആണ് ചെയ്യേണ്ടതെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് സർക്കിളായിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നമുക്ക് അമിഗുർമി പോലെ ടോയ്സ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ സ്പൈറലായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെയിൻ എടുത്തിട്ട് അതേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഇൻക്രീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു സ്റ്റിച്ച് ഫസ്റ്റ് റോയുടെ ആദ്യത്തെ സ്റ്റിച്ചാണിതെങ്കിൽ രണ്ടാമത്തെ റോയുടെ ആദ്യത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷിയോ ഡബിൾ ക്രോഷിയോ ചെയ്യണം. 2 സ്റ്റിച്ച് ചെയ്യണം, എന്നാലേ ഇത് വികസിച്ച് വരത്തുള്ളൂ. അതായത് ഇവിടെ 1 ഇവിടെ 2, അപ്പം ഇത് 6, ഇവിടെ ടോട്ടൽ 12 സ്റ്റിച്ച് ഉണ്ടായിരിക്കും. മൂന്നാമത്തേനകത്ത് ചെയ്യുമ്പം ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച്, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സ്റ്റിച്ച്. ഇത് കണ്ടിന്യൂ ചെയ്ത് വരും. ഓരോ സ്റ്റിച്ചിലും കണ്ടിന്യൂ ഈ പോർഷൻ റിപ്പീറ്റ് ചെയ്ത് വരും. ഇത് ഈ പോർഷൻ റിപ്പീറ്റ് ചെയ്ത് വരും ഓരോ സ്റ്റിച്ചിലും. അതിൻ്റെ അടുത്ത റോയിൽ മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ 2 സ്റ്റിച്ച് സിംഗിളായിട്ട് ഓരോ സ്റ്റിച്ചായിരിക്കും ആദ്യത്തെ 2 സ്റ്റിച്ചിൽ വരിക. മൂന്നാമത്തെ സ്റ്റിച്ചിൽ 2 എണ്ണം. ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് 6, ഇത് 12, 6 × 2. ഇവിടെ നമ്മൾ എണ്ണുമ്പം 1 2 1 2 1 2 എന്നല്ലെങ്കിൽ 1 2 3 4 5 6 അങ്ങനെ. അപ്പം 2 വെച്ചിട്ട് ചെയ്യുമ്പം 6 2s are 12. അടുത്തത് ആദ്യത്തെ ഒരു ചെയിൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2 ചെയിൻ ഒന്നിച്ച് ചെയ്യും. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം ചെയ്യും. അപ്പോൾ 1 2 3 1 2 3 അങ്ങനെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 അല്ലേ, അപ്പോൾ 6 3s are 18 വരും. ഇവിടെ ടോട്ടൽ 18 സ്റ്റിച്ച് ഉണ്ടായിരിക്കും. ഇവിടെ 6 ആണെങ്കിലാണ് 6ന്റെ ടേബിൾ വരുന്നത്. 8 ആണെങ്കിൽ 8 2s are വരും, 8 3s are വരും, 8 4s are വരും. നമ്മുടെ റോയുടെ അനുസരിച്ചായിരിക്കും.
എത്ര, ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ റോ ആണ് ചെയ്യുന്നതെങ്കിൽ 1 2 3, മൂന്നാമത്തെ റോ ആണെങ്കിൽ 6 3s are 18 ചെയിൻ ഉണ്ടായിരിക്കും അതിനകത്ത്. ഇത് 1 2 3 4, ഇവിടെ 4 ആയിരുന്നു. ഇപ്പോൾ 6 3s are 6 4s are 24. ഇങ്ങനെയായിരിക്കും ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഈ ഒരു സ്റ്റിച്ചിൽ 2 സ്റ്റിച്ച് ഒന്നിച്ച് ചെയ്യുന്നതിനെയാണ് ഇൻക്രീസ് എന്ന് പറയുക. ഇനി അമിഗുർമി പോലെ ടോയ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബോൾ ചെയ്യേണ്ടി വരും ഹെഡിനൊക്കെ. ആ ബോൾ ചെയ്യുമ്പം നമ്മൾ ഇവിടം വരെ വന്നിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യണം. ഡിക്രീസ് ചെയ്യുന്നതിന് 2 സ്റ്റിച്ച് ഒന്നിച്ച് എടുത്ത് ഒരു സ്റ്റിച്ചാക്കും. അതിനെ ഡിക്രീസ് എന്ന് പറയും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു ചെയിനും കൂടെ ചെയ്തിട്ടുണ്ട്. ചെയിൻ ചെയ്തതിന് ശേഷം അതേ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ. ആദ്യത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ഈ സർക്കിൾ ചെയ്യുമ്പോൾ ഒരു മാർക്കർ വെക്കണം. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മാർക്കർ ചെയ്യാതെ ഈ ത്രെഡ് തന്നെ ആയിരിക്കും ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടയാളമായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പിന്ന്, സേഫ്റ്റി പിന്ന് അല്ലെങ്കിൽ സ്ലൈഡ് അങ്ങനെ ഏതെങ്കിലും എടുത്ത് ആദ്യത്തെ ചെയിനിൽ ഫിറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് തിരിച്ചറിയാം. ഇല്ലെങ്കിൽ നമ്മൾ കറങ്ങി ഇവിടെ വരുമ്പോൾ ഏതാ ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് അറിയാൻ പറ്റാതെ വരും. ഇപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, 1, അതേ സ്റ്റിച്ചിൽ തന്നെ 2. ഇപ്പം മൊത്തം 4 സ്റ്റിച്ച്. മൂന്നാമത്തെ സ്റ്റിച്ചിലാണ് അടുത്തത് ചെയ്യുന്നത്. അത് 5 6. നാലാമത്തെ സ്റ്റിച്ചിൽ 7 8. അഞ്ചാമത്തെ സ്റ്റിച്ചിൽ 9 10. ലാസ്റ്റ് സ്റ്റിച്ചായി ആറാമത്തെ സ്റ്റിച്ചിൽ 11, 12. നമ്മൾ ത്രെഡ് ഫസ്റ്റ് ബാലൻസ് കിടക്കുന്ന ത്രെഡ് ഒന്ന് പിടിച്ച് വയ്ക്കണം. വലിക്കുമ്പോൾ നടുക്കത്തെ ഹോള് നന്നായിട്ട് അടയും. നമ്മൾ അടുത്ത റോ തുടങ്ങാൻ പോവാണ്. അടുത്ത റോ തുടങ്ങുന്നതിന് മുമ്പ് ഈ നൂല് പിടിച്ച് ഫ്രണ്ടിലോട്ടാക്കുക. ആദ്യത്തെ സ്റ്റിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളൊരു ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വിട്ടിട്ട് മുകളിലത്തെയാണ് ഫസ്റ്റ് സ്റ്റിച്ച്. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ഒന്ന് എണ്ണി നോക്കണം, 12 ഉണ്ടോ എന്ന്. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. 1 2 3 4 5 6 7 8 9 10 11 12. ഈ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് യാൺ ഓവറൊന്നും ചെയ്യാതെ എടുക്കുന്ന സ്ലിപ്പ് സ്റ്റിച്ച്.
വീണ്ടും അവിടെ തന്നെ ഒരു ചെയിൻ ചെയ്തിട്ട് ആ സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം. അതാണ് ആദ്യത്തെ ചെയിനായിട്ട് എടുക്കേണ്ടത്, ആദ്യത്തെ സ്റ്റിച്ചായിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് അടുത്ത രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ. ഇവിടെ ഇൻക്രീസ് ആണ്. ആദ്യത്തേൽ ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തേൽ ഇൻക്രീസ്, ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഇനി അങ്ങനെയാ പോണ്ടേ. രണ്ടാമത്തെ സ്റ്റിച്ചിൽ 1 2, ഒരെണ്ണത്തിൽ 2, ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്യുന്നതാണ് ഇൻക്രീസ്. ഇപ്പോൾ 1 2 3 സ്റ്റിച്ചായിട്ടുണ്ട്. 1 2 3. ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ്. അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ്. എണ്ണിക്കൊണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 9. 9 എന്ന് പറയുമ്പം 1 2 3 4 5 6 7 8 9 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പത്ത് 11 12. മൂന്നാമത്തെ റോയാണ് ചെയ്യുന്നത്. അപ്പം 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഈ ഇൻക്രീസ് കഴിയുമ്പം വരുന്ന നമ്പർ എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇപ്പോൾ 12 എടുത്ത് 13 14 15 സെയിം സ്റ്റിച്ചിൽ ഇൻക്രീസ് ആണ്. 16 ലാസ്റ്റ് സ്റ്റിച്ചിൽ 17 18 17 18 സ്റ്റിച്ച് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ എണ്ണി നോക്കണം 18 ഉണ്ടോയെന്ന്. എന്നിട്ട് മുറുക്കുക. വീണ്ടും നമ്മൾ ഈ നൂല് ബാക്കിലോട്ടിടുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, മൂന്നാമത്തേൽ ഇൻക്രീസ്. ഇത് ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ, മൂന്നാമത്തേനകത്ത് ഇൻക്രീസ്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 2 സിംഗിൾ ക്രോഷേ ഒരു ചെയിനിൽ. ഇത് 4ാമത്തെ റോയാണ്. 1 2 3 4. അപ്പം ഇൻക്രീസിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പോൾ 1 2 3 4
5 6 7 8. ഇതിനകത്ത് ഇൻക്രീസ് ആണ് 7 8. അടുത്ത സ്റ്റിച്ചിൽ 9 10 11 12 ഇതിനകത്ത്. പതിമൂന്ന് 14 15 16. പതിനേഴ് 18 19 20. 19 20 21 22 ലാസ്റ്റ് സ്റ്റിച്ചാണ് 23 24. 23 24. എന്നിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സർക്കിളായി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ 4 റോയാണ് ചെയ്തത്. ഇനി 5ാമത്തെ റോ ചെയ്യുമ്പം 4ാമത്തെ റോയിൽ നമ്മൾ 1 2 സിംഗിൾ ക്രോഷ്യം ഒരു ഇൻക്രീസ്. ഇനി അടുത്ത ചെയ്യുന്ന 5ാമത്തേനകത്ത് വരുമ്പം 3 സിംഗിൾ ക്രോഷ്യം ഒരു ഇൻക്രീസ്. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. ഇത് 5ാമത്തെ 1 2 3 4 5. ഇവിടെ 5 ആയിരിക്കും വരുന്നത്. 5ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ച് ഇത് റിപ്പീറ്റ് ചെയ്യണം. അടുത്തത് 1 2 3 4 4 സിംഗിൾ ക്രോഷ്യ 5 6 ഒരു ഇൻക്രീസ്. 4 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. പിന്നെ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. ഇത് 6ൻ്റെ മൾട്ടിപ്പിളായിട്ട് ഇത് 6ൻ്റെ മൾട്ടിപ്പിൾ ഇത് 7ൻ്റെ മൾട്ടിപ്പിൾ. 1 2 3 4 5 6 7. 1 2 3 4 5 6. ഇങ്ങനെയാണ് സർക്കിൾ ചെയ്യുമ്പം ഇൻക്രീസ് ചെയ്തു പോകേണ്ടത്. നൂല് ഫ്രണ്ടിലോട്ട് ഇടുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ഒരു ചെയിൻ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, 2ാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 2 3 സിംഗിൾ ക്രോഷ്യയും ഒരു ഇൻക്രീസും. 3 4 5 ഒരു സ്റ്റിച്ച് തന്നെ 4 5 ചെയ്യാം. 4 5 4
7 8 10 വരണം. അടുത്ത ഇൻക്രീസ് വരുമ്പോൾ ലാസ്റ്റ് 10 ആയിരിക്കണം. അതിന് 8 വന്നു കഴിഞ്ഞാൽ പിന്നെ 2 9 10 9 10 11 12 13 14 15 14 15 16 17 18 19 20 19 20 ടോട്ടൽ എത്ര സ്റ്റിച്ച് വേണം? അപ്പം 5 6 30 വരണം. ഇപ്പൊ 20 21 22 23 24 25 24 25 26 27 28 29 30 29 30 ആ റോയും കംപ്ലീറ്റ് ആയി. 5ാമത്തെ റോ ആയിരുന്നു. വീണ്ടും നമ്മൾ നൂല് ബാക്കിലേക്ക് ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻ 1 സിംഗിൾ ക്രോഷേ. 6ാമത്തത് വരുമ്പം 4 സിംഗിൾ ക്രോഷേ 5 6 ഇൻക്രീസ് 1 2 3 4 5 6 5 6 ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. 4 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ്. ഇങ്ങനെ വരും സർക്കിള്. ഇങ്ങനെ ചെയ്ത് നമുക്ക് എത്ര ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ അത്രയും റോസ് ചെയ്യാം. ഇത് സിംഗിൾ ക്രോഷേ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് സ്റ്റിച്ചിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിൽ തന്നെ പാറ്റേണും ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.